ജീവിതത്തിൽ ചില നിമിഷങ്ങളുണ്ട്, നമ്മൾ പോലും അറിയാതെ നമ്മുടെ തലവര തിരുത്തിയെഴുതുന്ന, മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള ചില നിർണായക നിമിഷങ്ങൾ. ഡൽഹി നഗരം പതിയെ ഉറക്കത്തിലേക്ക് വീഴുന്ന ഒരു തണുത്ത രാത്രി. സമയം കൃത്യം 11 മണി. നഗരത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു ആഡംബര അപ്പാർട്ട്മെന്റിന്റെ 10ാം നിലയിലെ ഒരു ഫ്ളാറ്റിനു മുന്നിൽ തണുത്തു വിറച്ചൊരു യുവാവ് നിൽക്കുന്നുണ്ടായിരുന്നു. അവന്റെ പേര് രജത്, ഒരു സാധാരണ ഡെലിവറി ബോയ്. അവന്റെ കയ്യിൽ 1500 രൂപ വില വരുന്ന ചൂടുള്ള ഒരു ഭക്ഷണപ്പൊതിയുണ്ടായിരുന്നു. കോളിംഗ് ബെല്ലിൽ വിരലമർത്തുമ്പോൾ ആ ഒരൊറ്റ നിമിഷം, ആ ബെല്ലിന്റെ ശബ്ദം തുറന്നിടാൻ പോകുന്നത് ഡൽഹി നഗരത്തെ ഒന്നാകെ നടുക്കിയ ഒരു വലിയ കൊടും ചതിയുടെയും അതിലുപരി കണ്ണു നനയിക്കുന്ന ഒരു സ്നേഹബന്ധത്തിന്റെയും കഥയായിരുന്നു എന്ന് രജത് അപ്പോൾ അറിഞ്ഞിരുന്നില്ല. രജത്തിന്റെ ജീവിതം ഒരുപാട് കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു. ഡൽഹിയിലെ തിരക്കേറിയ തെരുവോരങ്ങളിലായിരുന്നു അവന്റെ കുട്ടിക്കാലം കടന്നുപോയത്. കൊടും തണുപ്പുള്ള ഡിസംബർ രാത്രികളിൽ കീറിയ ഒരു പുതപ്പിനുള്ളിൽ ഫുട്പാത്തിൽ ചുരുണ്ടുകൂടി കിടക്കുമ്പോൾ ഒരു നേരത്തെ ആഹാരത്തിനായി അവന്റെ വയറെരിഞ്ഞിട്ടുണ്ട്. ചുറ്റുമുള്ള വലിയ വലിയ ഹോട്ടലുകളിൽ നിന്ന് വരുന്ന ഭക്ഷണത്തിന്റെ മണം ശ്വസിച്ച് വിശപ്പ് സഹിക്കാനാവാതെ എത്രയോ രാത്രികളിൽ ആ കുരുന്ന് കണ്ണീരോടെ ഉറങ്ങിയിട്ടുണ്ട്. ഇന്നവൻ ഒരു ഡെലിവറി ബോയാണ്. തനിക്കൊരിക്കലും പണം കൊടുത്തു വാങ്ങാൻ കഴിയാത്തത്രയും വിലയുള്ള ഭക്ഷണപ്പൊതികൾ വിശക്കുന്ന മനുഷ്യരുടെ മുന്നിലെത്തിക്കുന്ന ഒരു സാധാരണക്കാരൻ. ഓരോ തവണ അവൻ ഭക്ഷണം കൈമാറുമ്പോഴും അവന്റെ ഉള്ളിൽ ആ പഴയ വിശക്കുന്ന കുട്ടിയുണ്ടായിരുന്നു. തന്റെ മുന്നിലുള്ള വലിയ വാതിൽ തുറക്കപ്പെടുന്നതും കാത്ത് അവൻ അങ്ങനെ നിന്നു. രജത് നിന്ന ഫ്ളാറ്റിന്റെ വാതിൽ പതിയെ തുറക്കപ്പെട്ടു. വാതിൽ തുറന്നത് സ്നേഹ എന്ന അതിസുന്ദരിയായ ഒരു യുവതിയാണ്. കോടികളുടെ ആസ്തിയുള്ള, ഒറ്റനോട്ടത്തിൽ ആരും കൊതിക്കുന്ന ജീവിതം നയിക്കുന്നവൾ. പുറമേ നിന്ന് നോക്കുമ്പോൾ അവളുടേതൊരു സ്വർണ്ണക്കൂടായിരുന്നു. പണത്തിനും പ്രതാപത്തിനും യാതൊരു കുറവുമില്ല. പക്ഷേ ആ വാതിൽ തുറക്കുമ്പോൾ അവളുടെ കണ്ണുകൾ കലങ്ങി മറിഞ്ഞിരുന്നു. മുഖത്ത് പറഞ്ഞറിയിക്കാനാവാത്ത എന്തോ ഒരു ഭാവം, വലിയൊരു സങ്കടക്കടൽ ആ കണ്ണുകളിൽ തളം കെട്ടി നിന്നിരുന്നു. കോടികളുടെ നടുവിൽ ജീവിക്കുമ്പോഴും സ്നേഹിക്കാൻ ആരുമില്ലാതെ സ്വന്തം ഭർത്താവിൽ നിന്ന് പോലും അവഗണന മാത്രം നേരിട്ടിരുന്ന ഒരു ഉരുകുന്ന മനസ്സായിരുന്നു അവളുടേത്. ആ വലിയ വീട്ടിൽ അവൾ തീർത്തും ഒറ്റയ്ക്കായിരുന്നു. ഒരു യന്ത്രം പോലെ അവൾ ശ്വസിക്കുക മാത്രമായിരുന്നു. രജത് വളരെ വിനയത്തോടെ തന്റെ കയ്യിലുണ്ടായിരുന്ന ആ ചൂടുള്ള ഭക്ഷണപ്പൊതി അവൾക്കു നേരെ നീട്ടി. അത് വാങ്ങിയ സ്നേഹ അവനെയൊന്ന് നോക്കുക കൂടി ചെയ്യാതെ, യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ നേരെ നടന്നുപോയത് മുറിയിലുള്ള വേസ്റ്റ് ബിന്നിനടുത്തേക്കാണ്. രജത് അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. 1500 രൂപയുടെ ആ വിശിഷ്ടമായ ഭക്ഷണം ഒട്ടും ചിന്തിക്കാതെ അവൾ ആ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയാൻ കൈകൾ ഓങ്ങി. രജത്തിന്റെ ഹൃദയമൊന്നു പിടഞ്ഞു. അവന്റെ കണ്ണുകൾ വികസിച്ചു. അറിയാതെ അവന്റെ വായിൽ നിന്നും ഒരു നിലവിളി പോലെ ആ വാക്കുകൾ പുറത്തു വന്നു. മാഡം, ദയവായി അത് എറിയരുത്. രജത്തിന്റെ ശബ്ദം വല്ലാതെ ഇടറിയിരുന്നു. ആ വിളി കേട്ട് സ്നേഹ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ആ ഡെലിവറി ബോയിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് അവൾ കണ്ടു. തൊണ്ടയിടറിക്കൊണ്ട് അവൻ തുടർന്നു, നിങ്ങൾക്കിതിന്റെ വില കേവലം കുറച്ച് കടലാസുകൾ മാത്രമായിരിക്കാം. എന്നാൽ എന്റെ കുട്ടിക്കാലം ഈ ഡൽഹിയിലെ തെരുവോരങ്ങളിലായിരുന്നു മാഡം. കൊടും തണുപ്പിൽ ഫുട്പാത്തിൽ ചുരുണ്ടുകൂടി കിടക്കുമ്പോൾ ഒരു നേരത്തെ ആഹാരത്തിനായി എന്റെ വയറെരിഞ്ഞിട്ടുണ്ട്. വിശപ്പ് സഹിക്കാനാവാതെ എത്രയോ രാത്രികളിൽ ഞാൻ കരഞ്ഞുറങ്ങിയിട്ടുണ്ട്. ഈ ഭക്ഷണം എറിഞ്ഞു കളയുന്നത് കാണുമ്പോൾ എന്റെ ചങ്ക് പിടയുകയാണ് മാഡം. ആ വാക്കുകൾ, കണ്ണീരിൽ കുതിർന്ന ആ വാക്കുകൾ സ്നേഹയുടെ ഹൃദയത്തിൽ ഒരു ഇടിമുഴക്കം പോലെയാണ് പതിച്ചത്. പണത്തിന്റെ അഹങ്കാരമുള്ള ആരുമായിരുന്നെങ്കിലും അപ്പോൾ അവനെ ശകാരിച്ച് പുറത്താക്കിയേനെ. എന്നാൽ സ്നേഹ അങ്ങനെ ചെയ്തില്ല. കാരണം അവൾക്കും ഒരു ആശ്വാസം ആവശ്യമായിരുന്നു. അന്നത്തെ ആ രാത്രി ആ ഫ്ളാറ്റിന്റെ വിശാലമായ സ്വീകരണ മുറിയിൽ അവർ തമ്മിൽ സംസാരിച്ചു. സമ്പത്തിന്റെ യാതൊരു അഹങ്കാരവുമില്ലാതെ സ്നേഹ ആ സാധാരണക്കാരനെ കേട്ടു. അവഗണനയുടെയും ഒറ്റപ്പെടലിന്റെയും വേദനയിൽ വലഞ്ഞിരുന്ന അവൾക്ക് രജത്തിന്റെ നിഷ്കളങ്കമായ വാക്കുകൾ വലിയൊരാശ്വാസമായി മാറി. തന്റെ സങ്കടങ്ങളെല്ലാം അവൾ ആ അപരിചിതനോട് പങ്കുവച്ചു. ഒരു ഡെലിവറി ബോയ് അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആശ്വാസമായി മാറിയ നിമിഷങ്ങളായിരുന്നു അത്. എന്നാൽ അവർ സംസാരിച്ചിരിക്കുന്ന ആ നിമിഷങ്ങളിൽ അവരിരുവരെയുമല്ലാതെ മറ്റാരോ ആ അപ്പാർട്ട്മെന്റിലുണ്ടായിരുന്നു. ആ വലിയ ഫ്ളാറ്റിന്റെ പുറത്ത് കോറിഡോറിലെ ഇരുട്ടിൽ രക്തദാഹികളായ ചിലർ ഒളിച്ചു നിൽപ്പുണ്ടായിരുന്നു. അതെ, സ്നേഹയുടെ ഭർത്താവ്,
സമൂഹത്തിൽ വലിയ മാന്യനെന്ന് നടിക്കുന്ന അയാൾ ഉള്ളിൽ കൊണ്ടു നടന്നിരുന്നത് ഒരു ചെകുത്താന്റെ മനസ്സായിരുന്നു. സ്നേഹയുടെ പേരിലുള്ള കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ സ്വന്തമാക്കാൻ അയാൾ തയ്യാറാക്കിയ കൊടും ചതിയുടെ തിരക്കഥയായിരുന്നു അന്നത്തെ ആ രാത്രി അവിടെ അരങ്ങേറാനിരുന്നത്. അവളെ കൊലപ്പെടുത്തി അതൊരു വെറും മോഷണശ്രമത്തിനിടെ നടന്ന കൊലപാതകമാക്കി മാറ്റാൻ അയാൾ വാടക കൊലയാളികളെ ഏർപ്പാടാക്കിയിരുന്നു. താൻ നഗരത്തിന് പുറത്തേക്ക് പോയ തക്കം നോക്കി കൃത്യം 11:30 ഫ്ളാറ്റിൽ കയറി അവളെ ഇല്ലാതാക്കാനായിരുന്നു ആ ഗുണ്ടകൾക്കയാൾ നൽകിയിരുന്ന കർശന നിർദ്ദേശം. സ്നേഹയുടെ ജീവൻ വെറും മിനിറ്റുകൾക്കുള്ളിൽ അവസാനിക്കാൻ പോവുകയായിരുന്നു. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. അവരൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ചെറിയ തെറ്റ് ആ പദ്ധതിയെ ആകെ തകിടം മറിച്ചു. അതാണ് രജത്. സ്നേഹയുമായി സംസാരിച്ച് പതിവിലും കൂടുതൽ സമയം ആ ഡെലിവറി ബോയ് അവിടെ ചെലവഴിച്ചത് ഗുണ്ടകളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു. സമയം 11:30 കഴിഞ്ഞിരുന്നു. സ്നേഹയോട് യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങിയ രജത് ലിഫ്റ്റിനരികിൽ ഇരുളിൽ പതുങ്ങി നിൽക്കുന്ന 2 അപരിചിതരെ കണ്ടു. അവരുടെ പെരുമാറ്റത്തിലെ അസ്വാഭാവികത അവന്റെ ഉള്ളിൽ സംശയം ജനിപ്പിച്ചു. അവരുടെ കയ്യിൽ ഒളിപ്പിച്ചുവെച്ച മാരകായുധങ്ങൾ അവന്റെ കണ്ണിൽപ്പെട്ടു. തെരുവുകളിൽ വളർന്ന അവന് ആ സാഹചര്യത്തിന്റെ ഭീകരത മനസ്സിലാക്കാൻ ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല. അവൻ ഒട്ടും പരിഭ്രാന്തി കാണിച്ചില്ല. ഒരു നിമിഷം പോലും അവൻ പാഴാക്കിയില്ല. നേരെ താഴേക്ക് പോകുന്നതിന് പകരം യാതൊന്നും അറിയാത്ത ഭാവത്തിൽ പതുക്കെ തിരിഞ്ഞു നടന്ന് അവൻ പോലീസിനെ വിവരമറിയിച്ചു. ഒപ്പം സ്നേഹയ്ക്കൊരു അടിയന്തര മെസ്സേജ് അയച്ചു. മാഡം, വാതിൽ ഭദ്രമായി അടയ്ക്കുക, പുറത്തു വലിയ അപകടമുണ്ട്. ആ മെസ്സേജ് കണ്ട സ്നേഹ ഞെട്ടിവിറച്ചു. അവൾ വേഗത്തിൽ വാതിലുകൾ ഭദ്രമായി കുറ്റിയിട്ടു. നിമിഷങ്ങൾക്കകം ഡൽഹി പോലീസിന്റെ ജീപ്പുകൾ പാഞ്ഞെത്തി ആ അപ്പാർട്ട്മെന്റ് വളഞ്ഞു. കൃത്യം ചെയ്യാൻ ഫ്ളാറ്റിലേക്ക് കടക്കാൻ ശ്രമിച്ച ഗുണ്ടകളെ പോലീസ് കൈയോടെ പിടികൂടി. അവരെ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിൽ ചുരുളഴിഞ്ഞത് ആരെയും ഞെട്ടിക്കുന്ന സത്യങ്ങളായിരുന്നു. സ്നേഹയെ ഇല്ലാതാക്കാൻ അവളുടെ സ്വന്തം ഭർത്താവ് തന്നെ മെനഞ്ഞെടുത്ത ആസൂത്രിതമായ പദ്ധതി പോലീസ് ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടി. സ്നേഹയുടെ വിശ്വാസവും സ്നേഹവും മുതലെടുത്ത് പണത്തിനു വേണ്ടി മാത്രം അവളെ വിവാഹം കഴിച്ച ആ ക്രൂരനായ ഭർത്താവ് ഒടുവിൽ അഴികൾക്കുള്ളിലായി. അന്നാ രാത്രി സ്നേഹയുടെ ജീവിതം എന്നേക്കുമായി അവസാനിക്കേണ്ട രാത്രിയായിരുന്നു. എന്നാൽ ഒരു നേരത്തെ അന്നത്തിന് വില കൽപ്പിച്ച, വിശപ്പിന്റെ വിലയറിയുന്ന, ഫുട്പാത്തിൽ കിടന്നുറങ്ങി ശീലിച്ച ഒരു സാധാരണക്കാരന്റെ നന്മ അവളെ ക്രൂരമായ ഒരു മരണത്തിൽ നിന്ന് രക്ഷിച്ചു. കാലം കടന്നുപോയി. സ്നേഹയുടെ ജീവിതം മാറിമറിഞ്ഞു. പണത്തേക്കാളും വലിയ സമ്പത്ത് നല്ല ഗുണങ്ങളാണെന്നും ആത്മാർത്ഥതയുള്ള ഒരു മനുഷ്യന്റെ ഹൃദയത്തോളം വരില്ല കോടികളുടെ ആസ്തിയെന്നും സ്നേഹ തിരിച്ചറിഞ്ഞു. തന്റെ കോടീശ്വരനായ ഭർത്താവ് തന്നെ കൊല്ലാൻ നോക്കിയപ്പോൾ യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പാവം ഡെലിവറി ബോയാണ് തന്റെ ജീവൻ കാത്തത് എന്ന സത്യം അവളുടെ കണ്ണു തുറപ്പിച്ചു. അന്ന് തന്റെ ജീവൻ രക്ഷിച്ച ആത്മാർത്ഥതയും സ്നേഹവുമുള്ള ആ സാധാരണ ഡെലിവറി ബോയിയുടെ കൈപിടിച്ച് സ്നേഹ പുതിയൊരു ജീവിതത്തിലേക്ക് നടന്നു കയറി. തെരുവോരങ്ങളിൽ അന്തിയുറങ്ങിയ ഒരുവൻ തന്റെ നന്മ കൊണ്ടും സത്യസന്ധത കൊണ്ടും വലിയൊരു സാമ്രാജ്യത്തിന്റെ തന്നെ അവകാശിയായി മാറുന്ന കാഴ്ചയായിരുന്നു പിന്നീട് ഡൽഹി നഗരം കണ്ടത്. പണം കൊണ്ട് സമ്പന്നനാകുന്നതിനേക്കാൾ എത്രയോ വലുതാണ് ഗുണം കൊണ്ട് സമ്പന്നനാകുന്നത്. കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോകുന്നവർക്ക് നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ സഹായം പോലും ഒരിക്കലും വെറുതെയാകില്ല എന്ന വലിയൊരു പാഠമാണ് ഈ യഥാർത്ഥ സംഭവം നമുക്ക് കാട്ടിത്തരുന്നത്. നന്മയുള്ള ഹൃദയങ്ങൾക്കൊപ്പം എപ്പോഴും ഈശ്വരനുണ്ടാകും. ഇത്തരം ഹൃദയസ്പർശിയായ കൂടുതൽ യഥാർത്ഥ സംഭവങ്ങൾക്കും അന്വേഷണാത്മക കഥകൾക്കുമായി ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ ചാനലായ നോവൽ പെട്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.